ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കി നോക്കിയാലോ. അത് നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ നമ്മൾ മിക്കപ്പോഴും കത്തിച്ച് കളയോ വലിച്ചെറിഞ്ഞ കളയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതിന് പകരം അത് യൂസ്ഫുള്ളായിട്ട് എങ്ങനെ ഉപയോഗിക്കാനാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരേ ഹൈറ്റിൽ ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് പശയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം അത് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ സെല്ലോ ടേപ്പൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല സ്റ്റേബിളായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് മൊത്തം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ പശയും വെള്ളവും കൂടെ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിലേക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൻറ്റിക് ലുക്ക് വരുന്ന ഡിസൈൻസോ ഷേപ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒക്കെ ഇതിലേക്ക് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ക്ലേ വെച്ചിട്ട് ചെറിയ ത്രെഡ് പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ചെറിയ പൂ പോലുള്ളൊരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വശം മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫുള്ള് 4 വശവും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്ലേ എക്സ്ട്രൂഡർ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ത്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. നേരത്തെയൊക്കെ കൈവച്ച് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ സമയം ലാഭിക്കുന്നതിന് ഈ ഒരു ടൂൾ വളരെ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ടൂളിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം. ഒപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കൂടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വിൽപ്പനായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ക്ലേ എക്സ്ട്രൂഡർ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ത്രെഡ് വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ പോലെ ചുമ്മാ റൗണ്ടിൽ മടക്കി റൗണ്ട് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ പൂ പോലെയാക്കി അതിന് ചെറിയ തണ്ടും കൂടെ കൊടുത്ത് കുറച്ച് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയും താഴെയുമായിട്ട് ബോർഡർ പോലെ ത്രെഡ് വെച്ചതിന് ഒരു 3 ബോർഡറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് പെയിൻറ്റും കൂടെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് മെറ്റാലിക് കളേഴ്സോ അല്ലെങ്കിൽ അക്രിലിക് കളേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഈ പൂവിനും ഈ ബോർഡറിനും മാത്രം ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ബ്ലാക്ക് കളർ ഉണങ്ങാതെ തന്നെയാണ് ഇതിലേക്ക് സിൽവർ കളർ അപ്ലൈ ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിൽവർ കളർ ഒരു 3-4 കോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പം മാത്രമാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇതുപോലെ പെയിൻ്റ് അടിക്കുമ്പോൾ ബ്ലാക്ക് കളർ ഉണങ്ങിയതിന് ശേഷം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കോട്ടിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് ഈ ഒരു ഫ്ലവറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷേപ്പിലൊക്കെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള കളർ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി പെൻ ഹോൾഡർ കിട്ടും. ഇത് പെൻ ഹോൾഡറായിട്ട് മാത്രമല്ല ചെറിയ ഫ്ലവർ വേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയാൽ അത് കളയാൻ നിൽക്കേണ്ട. ഇതുപോലത്തെ എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.